നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KJ ഷൈനെതിരായിട്ടുള്ള അധിക്ഷേപ പരാമർശവും സൈബർ ഇടത്തെ അതിക്രമവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള KM ഷാജഹാനെതിരെ എടുത്ത കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോലീസ് നീക്കം നടത്തുന്നു. KM ഷാജഹാന്റെ തിരുവനന്തപുരത്തെ ആക്കുളത്തെ വീട്ടിലെത്തി ചെങ്ങമനാട് പോലീസാണ് ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എറണാകുളം സൈബർ ക്രൈം സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം KM ഷാജഹാൻ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ആലുവയിലെത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ നീണ്ട നേരം ചോദ്യം ചെയ്യുകയും ആദ്യം KM ഷാജഹാന്റെ വീട്ടിലെത്തി റെയ്ഡ് നടത്തി പിടിച്ചെടുത്ത ഐഫോണിൽ മതിയായ വിവരങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കി കൃത്യമായി ഇത് ഷൂട്ട് ചെയ്ത മെമ്മറി കാർഡ് അടക്കം എത്തിച്ച് നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനായി അദ്ദേഹം പോയപ്പോൾ മെമ്മറി കാർഡ് അടക്കം നൽകിയിട്ടുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് വിട്ടയക്കുകയായിരുന്നു. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു KM ഷാജഹാനെ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ട് എത്തിച്ചതും വിളിച്ചുകൊണ്ടുവന്നതും. CPM പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളും മറ്റുമൊക്കെ തന്നെ നമ്മളേവരും മാധ്യമങ്ങളിലൂടെ കണ്ടതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിൽ ശക്തമായി അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞിരുന്നത് KJ ഷൈൻ്റെ പേര് വീഡിയോയിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചുവെന്നും രണ്ടാമതായി ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണവുമെന്നാണ് സൂചന ലഭിക്കുന്നത്. കൂടുതൽ വിശദമായ വിവരങ്ങൾ ഈ മണിക്കൂറിൽ ലഭ്യമല്ല. ഇന്ന് വൈകുന്നേരം 7:30 മഫ്തിയിലും അല്ലാതെയുമായി എത്തിയ പോലീസ് സംഘം KM ഷാജഹാന്റെ വീട്ടിലെത്തിയതും കാര്യവിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 8:30 വീട്ടിൽ നിന്നും മടങ്ങുകയും ചെയ്തു. എറണാകുളത്തേക്കാണ് കൊണ്ടുപോകുന്നതെന്ന വിവരമാണ് KM ഷാജഹാന്റെ വീട്ടുകാരോട് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യമടക്കം മറ്റ് നീക്കങ്ങളിലേക്കൊന്നും KM ഷാജഹാൻ നേരത്തെ കടന്നിട്ടില്ലായിരുന്നു. വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്തായിരുന്നാലും ഇനി ജാമ്യം എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൈബർ ഇടത്ത് ഏതു തരത്തിലുള്ള അധിക്ഷേപമാണ് നടത്തിയത് എന്നുള്ളത് അറിയാൻ മെറ്റയോടക്കം പോലീസ് വിവര ശേഖരണം നടത്തിയിരുന്നു. പക്ഷേ വിവരം കൈമാറാൻ മെറ്റ വിസമ്മതിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അധിക്ഷേപ പോസ്റ്റുകളുടെ ഉറവിടം എവിടെയെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അതനുസരിച്ച് മാത്രമേ കേസ് ബലപ്പെടുത്താനായി സാധിക്കൂ. ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന്റെ പ്രത്യേക അനുമതി തേടി തന്നെയാണ് ഇന്റർപോൾ സഹായത്തോടുകൂടി കൂടുതൽ വിവരശേഖരണം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യം വിശദമായ KM ഷാജഹാനെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നിലവിൽ പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിച്ച സൂചന. ചെങ്ങമനാട് SHO ആക്കുളത്തെ വീട്ടിലെത്തിയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. കേസിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ തന്നെ പങ്കുവയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. FIR-നെ കുറിച്ച് സ്ത്രീയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് KM ഷാജഹാൻ വീണ്ടും ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ കേസിന് ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഷൈൻ പരാതി നൽകിയതനുസരിച്ച് റൂറൽ സൈബർ പോലീസ് എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KM ഷാജഹാനെ അന്വേഷണ സംഘം ആലുവയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള മണിക്കൂറിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.